അപ്പോൾ റെയിൽവേയുടെ ഒട്ടനവധി എക്സാമുകളും നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളും ഒക്കെ വരികയാണ്. ഹായ് ആൾ, റെയിൽവേയുടെ ഭാഗത്തു നിന്ന് ഒരു പുതിയൊരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. 2025 നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ അവരുടെ വേക്കൻസീസ് എത്രയാണ്, ആ ഒരു പോസ്റ്റിലേക്കുള്ള വേക്കൻസീസ് എത്രയാണ്, അപ്രൂവ്ഡ് വേക്കൻസീസ് എത്രയാണ് എന്നുള്ളത് നേരത്തെ തന്നെ പബ്ലിഷ് ചെയ്യുന്നുള്ള കാര്യം റെയിൽവേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപടി തന്നെ നമുക്ക് പബ്ലിഷ് ആക്കിയിട്ടുണ്ട്. അതായത് നമ്മുടെ ലെവൽ 1 പോസ്റ്റ് ആയ നമ്മുടെ റെയിൽവേ ഗ്രൂപ്പ് ഡി പോസ്റ്റ് ആയ അതിലേക്ക് ടോട്ടൽ 22,000 വേക്കൻസീസ് ആണ്. 11 കാറ്റഗറീസും കൂടെ ചേർത്തിട്ട് 22,000 വേക്കൻസീസ് ആണ് ഇപ്പൊ വിളിച്ചിട്ടുള്ളത്. 2026 ബാങ്ക് SSC കലണ്ടർ ഉടൻ വരുന്നു. വരാനിരിക്കുന്നത് 1,00,000-ൽ പരം അവസരങ്ങളാണ്. കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് മെന്റേഴ്സിനൊപ്പം വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്കൊരു സർക്കാർ ജോലി നേടിയെടുക്കാം. അതും ഇപ്പോൾ ഏറ്റവും മികച്ച ഓഫേഴ്സിൽ. എൻട്രി ഫ്യൂച്ചർ ഫെസ്റ്റിന്റെ ഭാഗമായി ബാങ്ക് SSC RRBയുടെ എല്ലാ കോഴ്സുകളും 40% വരെ ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് അൺലോക്ക് ചെയ്യാം. കൂടെ അൺലിമിറ്റഡ് വാട്സ്ആപ്പ് അക്സസും. കൂടാതെ ഈ മാസം ഗോൾഡ് കോഴ്സിൽ ജോയിൻ ചെയ്യുന്നവരിൽ 3 പേർക്ക് നേടാം അൺലിമിറ്റഡ് ട്രാക്ക് വാലിഡിറ്റി. പെട്ടെന്ന് രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ കോഴ്സ് ഓഫേഴ്സ് എന്താണെന്ന് അറിയൂ. 11 കാറ്റഗറീസ് അല്ലെങ്കിൽ പോസ്റ്റുകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ട്രാക്ക് മെയിൻ്റനർ ഉണ്ട്, പോയിന്റ്സ്മാൻ BA ഉണ്ട്, അതുപോലെ ഓരോ ഡിപ്പാർട്ട്മെന്റിലും വരുന്ന അസിസ്റ്റന്റ് പോസ്റ്റുകളുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് ഈ പറയുന്ന 22,000 വേക്കൻസീസ് ഇവിടെ വിളിച്ചിട്ടുള്ളത്. അതിൽ ട്രാക്ക് മെയിൻ്റനറിനാണ് ഏറ്റവും കൂടുതൽ വേക്കൻസി വന്നിട്ടുള്ളത്. 11,000 വേക്കൻസിയാണ്. ബാക്കിയെല്ലാം ഇപ്പൊ നോക്കുവാണെങ്കിൽ അസിസ്റ്റന്റ് ട്രാക്ക് മെഷീൻ ആണെങ്കിൽ 600, ബ്രിഡ്ജ് ആണെങ്കിൽ 600, PV ആണെങ്കിൽ 300, TRD ആണെങ്കിൽ 800, അതുപോലെ ലോക്കോ ഷെഡ് ആണെങ്കിൽ 200, TL ആൻഡ് AC ആണെങ്കിൽ 500. അങ്ങനെ ഓരോ കാറ്റഗറി വൈസ് നമുക്ക് ഈ പറയുന്ന വേക്കൻസിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ 2024 എക്സാംസ് ഇതുവരേക്കും, അതായത് വിളിച്ചിട്ടുണ്ടായിരുന്ന നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള റെയിൽവേ ഗ്രൂപ്പ് ഡിയുടെ എക്സാംസ് ഇതുവരേക്കും കഴിഞ്ഞിട്ടില്ല. അത് നമുക്ക് ജനുവരി 16 വരെ ഇപ്പം റണ്ണിങ് ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത മാസം, അതായത് നമ്മുടെ ജാനുവരിയിൽ നമ്മുടെ 2025 2025 വിളിക്കേണ്ടിയിരുന്ന നമ്മുടെ റെയിൽവേ ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ തീർച്ചയായിട്ടും വരുന്നതായിരിക്കും. അപ്പം എന്തായാലും അപ്രൂവ്ഡ് വേക്കൻസീസ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നോട്ടിഫിക്കേഷൻസ് തീർച്ചയായിട്ടും വരുന്നതായിരിക്കും. അപ്പോൾ പഠിത്തം വളരെ ഊർജ്ജസ്വലമായിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവേണ്ട ഒരു സാഹചര്യം കൂടിയാണിത്. അതുകൂടാണ്ട് നമുക്കിവിടെ സോൺ ഡിസ്ട്രിബ്യൂഷനും കൂടെ ഇവിടെ വന്നിട്ടുണ്ട്. അതായത് ഇപ്പൊ ഓരോ സോൺ വൈസ്, ഇപ്പം വെസ്റ്റേൺ സെൻട്രൽ ഉണ്ട്, നോർത്തേൺ റീജിയൻ ഉണ്ട്, അങ്ങനെ ഓരോ സോൺ വൈസ് വന്നിട്ടുള്ള എത്രയാണ് വേക്കൻസീസ് എന്നും കൂടി ഇവിടെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ടോട്ടൽ എല്ലാം കൂടെ ചേർത്തിട്ടാണ് 22,000 വേക്കൻസീസ് വന്നിട്ടുള്ളത്. ഇത് കൂടാണ്ട് 2026 കലണ്ടർ വന്ന കാര്യം എല്ലാവരും അറിഞ്ഞു കാണും. അപ്പോൾ ആ ഒരു കലണ്ടർ പ്രകാരമാണെങ്കിലും നമുക്ക് പറയാം റെയിൽവേ ഗ്രൂപ്പ് ഡിയുടെ എക്സാം നമ്മുടെ പ്രൊപ്പോസൽ, നമ്മുടെ നോട്ടിഫിക്കേഷൻ പ്രൊപ്പോസൽ ഡ്രാഫ്റ്റ് ചെയ്യുന്നത് 2026 ഒക്ടോബർ 2026 ആ ടൈമിലാണ് അടുത്ത നോട്ടിഫിക്കേഷൻ പ്രൊപ്പോസൽ ഡ്രാഫ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതും ഈ ഒരു ടൈം തന്നെയായിരിക്കും. 2026 ഈ ഒരു ടൈം ആയിരിക്കും. 2026 ഡിസംബറിന് ശേഷം തന്നെയായിരിക്കും നമുക്ക് അവിടെയും നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാവുന്നത്. അപ്പം നമുക്കപ്പോൾ എന്തായാലും ഇവിടെ 2025 നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ഈ പരീക്ഷയിൽ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റിയില്ല, നിങ്ങൾക്ക് നല്ല രീതിയിലൊന്നും പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത് വരാനിരിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് 2026 റെയിൽവേയും അതുപോലെ 2025 ഗ്രൂപ്പ് ഡി പരീക്ഷയും കാര്യങ്ങളൊക്കെ. അപ്പം നിങ്ങൾ പഠിക്കാൻ ഒട്ടും തന്നെ സ്റ്റോപ്പ് ചെയ്യരുത്, അത് മുന്നോട്ട് തന്നെ കൊണ്ടുപോവാം. അതായത് നമുക്ക് ഗ്രൂപ്പ് ഡിയുടെ 2025 നോട്ടിഫിക്കേഷൻ വന്ന തൊട്ട് അടുത്ത മാസം നമുക്ക് എക്സാം കണ്ടക്ട് ചെയ്യില്ല. എന്തായാലും എക്സാം നമുക്കൊരു ജൂൺ ജൂലൈ ആ ഒരു ടൈമിന് ശേഷം തന്നെ ആയിരിക്കും നമുക്കത് പ്രതീക്ഷിക്കാം. ചിലപ്പോൾ നമുക്ക് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ആ മാസങ്ങളിൽ തന്നെ ആയിരിക്കാം നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം നമുക്ക് അത്രയും തന്നെ നമുക്ക് ടൈം വരുന്നുണ്ട് നമുക്ക് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കഴിഞ്ഞ എക്സാമിന് നിങ്ങൾക്ക് നല്ലതായിട്ട് പെർഫോം ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ എക്സാമിന് നമുക്കത് പിടിക്കണം. അപ്പൊ ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ പഠിത്തം മുന്നോട്ട് കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. കൂടാണ്ട് നമുക്കിപ്പോ ഫ്യൂച്ചർ ഫെസ്റ്റ് നടക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാലോ. ഈ മാസം നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 40% ആണ് കോഴ്സിന് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ഓക്കെ, അതായത് ഓഫർ ഇട്ടിട്ടുള്ളത്. അപ്പോൾ 40% ഓഫറോട് കൂടി തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ റെയിൽവേയുടെ ഒട്ടനവധി എക്സാമുകളും നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളും ഒക്കെ വരികയാണ്. ഒരിക്കലും തന്നെ നിങ്ങൾ എന്ത് ചെയ്യരുത്, അത് നഷ്ടപ്പെടുത്തരുത്. നിങ്ങൾ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു പോവേണ്ട ഒരു ടൈം കൂടിയാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. നമ്മുടെ RRB റെയിൽവേയുടെ സൂപ്പർ 30 ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ
ഉടനെ തന്നെ നമ്മുടെ ബാച്ചും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അതുകൂടാണ്ട് ഫ്യൂച്ചർ ഫെസ്റ്റിനോടനുബന്ധിച്ച് നിങ്ങൾക്ക് 40% ഡിസ്കൗണ്ട് നിങ്ങളുടെ കോഴ്സസിന് അവൈലബിൾ ആയിരിക്കും. അതുകൂടാണ്ട് തന്നെ അൺലിമിറ്റഡ് വാട്സാപ്പ് ആക്സസ് നിങ്ങൾക്ക് അതിനകത്ത് അവൈലബിൾ ആയിരിക്കും. ഇനി ഈ മാസം തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണ്, അതും നമ്മുടെ ഗോൾഡ് കോഴ്സ് പർച്ചേസ് ചെയ്യുന്ന 3 ആൾക്കാർക്ക് അവിടെ അൺലിമിറ്റഡ് ട്രാക്ക് വാലിഡിറ്റിയും കൂടെ നിങ്ങൾക്ക് അതിനകത്ത് എൻഷുർ ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഫ്യൂച്ചർ ഫേസ് നിങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ എടുക്കുക. ഈ മാസം തൊട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുക. ഈ മാസം തൊട്ടല്ല, തൊട്ടടുത്ത നിമിഷം തൊട്ട് തന്നെ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. റെയിൽവേ എന്ന് പറയുന്നതേ നമുക്കറിയാം ഒരു സ്ഥിര വരുമാനമുള്ള അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ജോലി സാധ്യതയുള്ള ഒരു മേഖല കൂടിയാണ്. അത് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, പാഴാക്കരുത്. അപ്പോൾ അടുത്ത ഇനി പരീക്ഷ വരികയാണ്, ഒട്ടും തന്നെ നമുക്ക് വെയിറ്റ് ചെയ്യാനോ കാത്തു നിൽക്കാനോ ഉള്ള അതായത് നമ്മൾ വേസ്റ്റ് ചെയ്യാനുള്ള ഒരു ടൈമും ഇല്ല. അപ്പോൾ നന്നായിട്ട് തന്നെ നിങ്ങൾ പഠിച്ചു മുന്നേറുക. അപ്പോൾ നമ്മുടെ സൂപ്പർ 30 ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഈ ഒരു ബാച്ചിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ബാച്ചിൽ 30 സ്റ്റുഡൻസ് ആയിരിക്കും ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോ ബാച്ചിലും 30 സ്റ്റുഡൻസ് ആയിരിക്കും. ഇൻഡിവിജ്വൽ കെയർ ആൻഡ് അറ്റൻഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബാച്ച് ത്രൂ കിട്ടുന്നതായിരിക്കും. അതുകൂടാണ്ട് തന്നെ നിങ്ങൾക്ക് ക്വാളിഫൈഡ് മെന്റൽ സപ്പോർട്ട് ഓൾ ത്രൂ ഈ ഒരു ബാച്ച് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുകൂടാണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ലൈവ് ക്ലാസ്സുകളായിരുന്നാലും പ്രാക്ടീസ് സെഷനുകളായിരുന്നാലും എല്ലാം നമ്മുടെ വീക്ക് ഏരിയ അസസ് ചെയ്തിട്ട് തന്നെയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെക്കുക, നിങ്ങൾ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക, നന്നായിട്ട് തന്നെ പഠിത്തം ആരംഭിച്ചോളൂ. നമുക്ക് എന്തായാലും 2026 ബാങ്ക് SSC കലണ്ടർ ഉടൻ വരുന്നു. വരാനിരിക്കുന്നത് 1 ലക്ഷത്തിൽ പരം അവസരങ്ങളാണ്. കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് മെന്റേഴ്സിനൊപ്പം വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്കൊരു സർക്കാർ ജോലി നേടിയെടുക്കാം. അതും ഇപ്പോൾ ഏറ്റവും മികച്ച ഓഫേഴ്സിൽ. എൻട്രി ഫ്യൂച്ചർ ഫെസ്റ്റിന്റെ ഭാഗമായി ബാങ്ക് SSC RRBയുടെ എല്ലാ കോഴ്സുകളും 40% വരെ ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് അൺലോക്ക് ചെയ്യാം. കൂടെ അൺലിമിറ്റഡ് വാട്സ്ആപ്പ് ആക്സസും. കൂടാതെ ഈ മാസം ഗോൾഡ് കോഴ്സിൽ ജോയിൻ ചെയ്യുന്നവരിൽ 3 പേർക്ക് നേടാം അൺലിമിറ്റഡ് ട്രാക്ക് വാലിഡിറ്റി. പെട്ടെന്ന് രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ കോഴ്സ് ഓഫേഴ്സ് എന്താണെന്ന് അറിയൂ. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പൊ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പൊ ഇതുപോലെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ അത് അപ്ഡേറ്റ് ആകും. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. അപ്പൊ അതുവരേക്കും താങ്ക് യു, ബൈ.